വിപിൻ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ മലയാളികളെ തിരിച്ചറിയാം. മലയാളികൾ എന്തോ ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളിവാരി എറിയുന്നവരോ അല്ലെങ്കിൽ പരസ്പരം ഒന്നും സ്നേഹിക്കാത്തവരോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർച്ചയിൽ പാര വെക്കുന്നോ എന്തോ ആയിരിക്കോട്ടെ, പക്ഷേ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ എങ്ങനെയാണെന്ന് നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മലയാളികളെ കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് വന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അർജുന് കർണാടകത്തിൽ വലിയൊരു മല ഇടിഞ്ഞതിൻ്റെ ഇതിൽ ആ മണ്ണിനടിയിൽ പെട്ട് കിടക്കുകയാണ്. ഇപ്പോഴും 100, 103, 106 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ മന്ദഗതിയിലാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വൃത്തികെട്ട രീതിയിലാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഈഗോ ക്ലാഷുകൾ ഈ ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയോ? ഒരു മനുഷ്യനാണ് അതിൻ്റെ ആ മണ്ണിനടിയിൽ എന്നുള്ള യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ അവർ ആദ്യം തന്നെ ചെയ്തത് അവിടുത്തെ റോഡ് കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ആ സൈഡിലുള്ള മണ്ണ് ഒഴിവാക്കിയിട്ട് ആ ഭാഗം തന്നെ ക്ലിയർ ആക്കാനാണ് ഏതൊരു രക്ഷാപ്രവർത്തനത്തിന് ഇതാക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പറഞ്ഞിട്ട് രക്ഷാപ്രവർത്തനത്തിന് യാതൊരു വൈഭവവും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളത്. അപ്പം ഇത്തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, തീരെ മനുഷ്യത്വം തീണ്ടിയിട്ടില്ലാത്ത ഒരു ജനത. സത്യത്തിലും ഈ കർണാടകത്തിലുള്ള എല്ലാ നായ്ക്കളും ഇതേ രീതിയിൽ തന്നെയാണ്. എന്താ പറഞ്ഞാൽ കർണാടകയിലുള്ള ഉദ്യോഗസ്ഥന്മാരായാലും എന്ത് ഇതിലുള്ള ഭരണാധികാരികളായാലും ഒക്കെ പണത്തിന് വേണ്ടിയിട്ട് പതനത്തിന് മീതെ പറക്കുക എന്നല്ലാണ്ട് അവർ ജനങ്ങളുടെ സ്വൈര്യ വിഹാരത്തിനോ വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ എത്രത്തോളം രക്ഷാപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഈ അടുത്ത് തന്നെ ആള് മരണപ്പെട്ടു പോയെങ്കിലും ആ തോട്ടിൽ അത്രയും വൃത്തികെട്ട വെള്ളത്തിൽ എത്തരത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചതെന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിഷമത്തോടെയാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മലയാളികൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനത്തിലുള്ള ആൾക്കാർക്കും ഇതൊരു അവസരമാണ്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുകയാണ്, ഞാൻ ഇന്ത്യയിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ അതിലേറെ അഭിമാനമാണ് കേരളീയനായി ജനിച്ചതിൽ. എന്താ പറഞ്ഞാൽ ഒരു മനുഷ്യത്വമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ നോക്കുന്നത് മലയാളിയാണോ അല്ലെങ്കിൽ UP-കാരനാണോ ബംഗാളിയാണോ കർണാടകക്കാരാണോ നോക്കിയിട്ടല്ല, മനുഷ്യനെ നോക്കിയിട്ടാണ് ഞങ്ങളിവിടെയുള്ള ഓരോ രക്ഷാപ്രവർത്തനത്തിനും അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെപ്പോലെയുള്ള ഇത്തരം വൃത്തികെട്ട രീതികളിലൂടെയല്ല. അത് പല രീതിയിലും മലയാളികൾ തിരിച്ചറിഞ്ഞതുമാണ്. ഏത് കാര്യത്തിലായാലും നമുക്ക് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഈ പരിപാടികളോ അല്ലെങ്കിൽ ഈ ഈഗോ ക്ലാഷുകളോ വെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അതിനു വേണ്ട ത്വരിതമായിട്ടുള്ള നടപടി കേന്ദ്ര സർക്കാരായാലും ശരി, പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് സൈന്യത്തിനെ അതിലേക്ക് ഇറക്കുകയും സൈന്യം വന്നിട്ട് അതിനു വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ത്വരിതഗതിയിൽ തന്നെ ഈ മന്ദഗതിയിൽ പോകുന്നതിനെ എത്രയും പെട്ടെന്ന് തന്നെ കൂടുതൽ ആൾക്കാരെ വിന്യസിക്കുകയും അതിനു വേണ്ട പരിശീലനം ലഭിച്ച ആൾക്കാരെ അവിടേക്ക് എത്തിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ വാഹനങ്ങളും, ടിപ്പർ, മറ്റുള്ള കാര്യങ്ങൾ, JCB കാര്യങ്ങളൊക്കെ കൂടുതൽ അനുവദിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ആ മണ്ണ് നീക്കിയിട്ട് അദ്ദേഹത്തിനെ പുറത്തെത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവന് യാതൊരുവിധ അപകടവും സംഭവിക്കാതെ തന്നെ നല്ല രീതിയിൽ ആ കുടുംബത്തിന് വീണ്ടും ഉതകുന്ന രീതിയിൽ തന്നെ ജീവനോടെ തന്നെ ലഭിക്കണമെന്ന പ്രാർത്ഥനയോടെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, കണ്ടു നിൽക്കാനും പറ്റുന്നില്ല. അത്രയ്ക്കും വൃത്തികെട്ട ഒരു സമൂഹം ഇത്തരത്തിൽ മറ്റുള്ള മനുഷ്യ ജീവികളോട് സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ ആ സഹതാപമില്ലാത്ത ഇത്തരത്തിലുള്ള മനുഷ്യജന്മങ്ങളാണല്ലോ ഈ അവിടെ ഉള്ളതെന്ന് കണ്ടിട്ടാണ്. എന്താ പറഞ്ഞാൽ മനാഫിനൊക്കെ ഡ്രൈവറൊക്കെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉപദ്രവിക്കുന്ന വീഡിയോകളും മറ്റുമാണ് നമ്മൾ കാണുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു ഭരണകൂടം നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെ കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രഷർ ചെലുത്തിയിട്ടാണ് ഇത്രയും തന്നെയെങ്കിലും അവർ ചെയ്യുന്നത്. അതും ആ പ്രവർത്തനവും രാവിലെ അവർ നേരത്തെ വരാതെ, ഇനിയിപ്പോൾ ഈ രാത്രികളിൽ അവരെന്നും പ്രവർത്തിക്കുമോ എന്നറിയില്ല. രാത്രിയായെന്നും പറഞ്ഞിട്ട് അവിടെ നിട്ടച്ച് പോകുമോ ഒന്നും അറിയില്ല. അപ്പം
നല്ല രീതിയിലുള്ള നമ്മളുടെ മീഡിയകളൊക്കെ അഭിനന്ദിച്ചേ പറ്റും. നമ്മളെ മീഡിയകളാണ് ഇതിൽ കൂടുതലും അഭിനന്ദിക്കേണ്ടത്. എന്താണ്, നമ്മളെ മീഡിയകളെല്ലാം കൂടെ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് തന്നെ ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തെ എത്തിക്കാനായതും ഈ രീതിയിലൊക്കെ എത്തിക്കാനായതും. അപ്പോൾ നമുക്ക് ഏതായാലും കേരളത്തിലെ കേരളീയരെ തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടി ആണ് ഇത് എന്ന് എനിക്ക് പറയേണ്ടിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും തന്നെ നമ്മുടെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.